പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എപ്രകാരം നമുക്ക് സൂമിലും അതുപോലെ സഭാ ഹാളിലുമായിട്ട് കൂടി വരുവാൻ സർവശക്തനായ ദൈവം തന്ന നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ യൂത്ത് മീറ്റിംഗിൻ്റെ അധ്യക്ഷനായി ബ്രദർ ജിപ്സിനെ ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി സ്വാഗതം ചെയ്യാം. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലൂടെ പിയായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രോഗ്രാം ലിസ്റ്റില്ലാത്തതുകൊണ്ട് മൊബൈലിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രയർ ചെയർമാൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവത്തിൻ്റെ പാതപ്പെടുത്തി കടന്നു വരുവാൻ, എൻ്റെ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നൽകി തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരിക്കലൂടെ പിയായിട്ട് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രോഗ്രാം ഏറ്റിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോ പ്രോഗ്രാമിൽ കൂടെയും കർത്താവിനെ ഓണർ ചെയ്യുവാൻ, ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ അവിടുന്ന് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ രുചിച്ചറിയുവാൻ, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം ഞങ്ങൾ കർത്താവെ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ വിഷയങ്ങളും ദൈവത്തിൻ്റെ പാതപ്പെടുത്തൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അടുത്ത പ്രോഗ്രാം സാംസ് ബൈ ഹാർട്ട്, റയാൻ. Praise the Lord. Psalms 99. The Lord reaches, let the nations tremble each other. Enthroned between the cherubim, let the earth shake. Great is the Lord in Zion, He is exalted all the nations. Let them praise His awesome name, He is holy. The King mighty loves justice. You have established equity in Jacob. You have done what is just and right. Exalt the Lord our God and worship at His footstool. Moses and Aaron were priests. Samuel was among those who call on His name. They call on the Lord and answered them. He spoke to them from the pillar of cloud. They kept His statutes and their decrees. He gave them, Lord our God. You answered them through. You were forgiving Israel through. You were punished their mistreats. He gave them, Lord our God. You answered them. Exalt the Lord our God and worship at His small holy mountain. The Lord our God is holy. Thank you. ദൈവം പ്രിയ പൈതലിനെ ബൈ ഹാർട്ട് പറയുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ദൈവം പൈതലിനെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത റിപ്പോർട്ട് റീഡിങ് സെക്രട്ടറി ക്ഷണിക്കാം. പ്രൈസ് ദി ലോർഡ്. ദോഹ എബനെസർ പെൻഡക്കോസ്റ്റൽ അസംബ്ലി ദൈവസഭയുടെ യുവജന കൂട്ടായ്മയായ EPIFൻ്റെ ഈ വർഷത്തെ 9ാമത് യോഗ റിപ്പോർട്ട്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ യുവജന കൂട്ടായ്മയായ EPIFൻ്റെ ഈ വർഷത്തെ 9ാമത് യോഗം 8/10/2021 വെള്ളിയാഴ്ച വൈകിട്ട് 7:00 ബ്രദർ അലക്സ് മാത്യുവിന് മഹനീയ അധ്യക്ഷതയിൽ കൂടുവാൻ ഇടയായി. ദൈവം നൽകിയ താലന്തുകൾ പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചു. അധ്യക്ഷൻ തന്നെ പ്രാർത്ഥിച്ചാരംഭിക്കുകയും തുടർന്ന് സെക്രട്ടറി റിപ്പോർട്ട് വായിക്കുകയും വായിച്ച റിപ്പോർട്ട് ബ്രദർ BGP ജോൺ റിപ്പോർട്ട് പാസ്സാക്കാമെന്ന് അഭിപ്രായപ്പെടുകയും ബ്രദർ സജി എബ്രഹാം പിന്താങ്ങുകയും ചെയ്തതോടെ റിപ്പോർട്ട് പാസ്സായി. തുടർന്ന് ചെയർമാൻ്റെ ഇൻട്രൊഡക്ഷൻ സ്പീച്ചിന് ശേഷം നടന്ന പ്രോഗ്രാമുകൾ ഈ വിധമായിരുന്നു: സോളോ മാസ്റ്റർ റയൻ ബൈജു സാം, സ്പെഷ്യൽ പ്രോഗ്രാം കുമാരി ജിയാന ബിജി, ഗ്രൂപ്പ് സോങ് സിസ്റ്റർ ക്രിസ്റ്റീന ആൻഡ് പാർട്ടി, ബൈബിൾ ഇൻഡെക്സ് കുമാരി ജോആന ബ്ലെസൻ, സോളോ കുമാരി ജോസാന ബ്ലെസൻ, ജനറൽ ബൈബിൾ ക്വിസ് ബ്രദർ ക്ലീറ്റസ് കോഷി, ഭാവന സിസ്റ്റർ ഷെറിൻ ക്ലെമന്റ്, സോളോ സിസ്റ്റർ ലവ്ലി അലക്സ് എന്നിങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിന് ശേഷം അധ്യക്ഷൻ്റെ ഉപസംഹാരാനന്തരം
ഇവാഞ്ചലിസ്റ്റ് ബാബു പോത്തൻ്റെ പ്രാർത്ഥനയും ആശീർവാദത്തോടും കൂടി അന്നത്തെ യോഗം പര്യവസാനിച്ചു. അന്നേ ദിവസം സ്തോത്രാഴ്ചയായി 388 ഖത്തർ റിയാൽ ലഭിച്ചു. ഇന്നയോളം നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭാസമക്ഷം സമർപ്പിക്കുന്നുവെന്ന് സെക്രട്ടറി. റിപ്പോർട്ട് വായിച്ചു കേട്ടല്ലോ. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വരുത്താം, ഇല്ലെങ്കിൽ ഒരാൾക്ക് പാസ്സാക്കാം, ഒരാൾക്ക് സെക്കൻഡ് ചെയ്യാം. ലിജോ പാസ്സാക്കാം, സെക്കൻഡ് പഞ്ചരങ്ങൾ. നെക്സ്റ്റ് പ്രോഗ്രാം ഇൻട്രൊഡക്ഷൻ സ്പീച്ചാണ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിന് പാദവിടുതലായിരിക്കാൻ ദൈവം ഇടയാക്കിയ വൻകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചെറിയൊരു തോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫിൽ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ സാനിറ്റൈസർ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതെല്ലാം ഇപ്പോഴത്തെ ഒരു പ്രോട്ടോക്കോളാണ്. അത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇതിനെ നമ്മൾ ദൈവീകരമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചില കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമുക്കൊരു വാക്യം വായിക്കാം. 1 John 1:7. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് ക്ലെൻസസ് ഫ്രം ഓൾ സിൻ. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച കർത്താവ്, അത് കാരണമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ തന്നെ മനസ്സിലാക്കി, ഓരോ ദിവസവും നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് പ്രാർത്ഥനയിലും, നമ്മുടെ തന്നെയുള്ള പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഇതിൽ കൂടെയൊക്കെ നമുക്ക് ആ പ്യൂരിഫിക്കേഷൻ, അതായത് നമ്മളെ തന്നെ ഓരോ ദിവസം കഴുകി ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കും. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഈ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം. വേറൊരു വാക്യം കൂടെ വായിക്കാം. സാംസ് 51:7. ഇവിടെ നമുക്ക് കാണാം, ഇത് ഡേവിഡിൻ്റെ ഒരു കൺഫെഷനാണ്. അതായത് നമുക്ക് ആ സാഹചര്യങ്ങൾ അറിയാം, ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഈസോപ്പുകൊണ്ട് ദൈവമേ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, എന്നെ വെടിപ്പാക്കണമേ, ആ ചെയ്ത പാപത്തിൽ നിന്ന് ദൈവമേ ഒരു വിടുതൽ ദൈവം നൽകണമേ. ഇതാണ് ആ ഒരു സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, പ്യൂരിഫൈങ്. ആ ക്ലെൻസിങ് നമ്മുടെ ഈ പാപത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സാണത്. നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ പ്രാർത്ഥനയിലും ബൈബിൾ വായനയിലും ഓരോ രീതിയിലും നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്യൂരിഫൈ ആകാൻ പറ്റുന്നത്, ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫ്. അല്ലെങ്കിൽ നമ്മൾ ഈ പാപത്തിൽ, ഈ ലോകത്തിൽ നമ്മൾ അനുരൂപരായിത്തീരും. ഒരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 8. അതിനകത്ത് കാണുന്നത് നമ്മുടെ ഈ ഔട്ട്വേർഡ് പെർഷാവും, എന്നാൽ ഇൻവേർഡ്, നമ്മുടെ ഇന്നർ ഇതാണ് റിന്യൂ ചെയ്യേണ്ടത് ഡേ ബൈ ഡേ. നമ്മുടെ ലൈഫിൽ ഈ പുറമേ ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങളാണ്. നമ്മളത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതലായി അടുക്കുവാൻ ദൈവം ഇടയാക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ തന്നെ
ക്ലെൻസ് ചെയ്യുകയും പ്യൂരിഫൈ ചെയ്ത് ആ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് അതാണ് നമ്മളെ ശുദ്ധീകരിച്ചത് എന്നുള്ള ആ ഓരോ ദിവസവും നമ്മുടെ ആ ചിന്തയാണ്, അല്ലെങ്കിൽ ദൈവത്തോടുള്ള അടുപ്പം നമ്മളെ കൂടുതലായി അടുപ്പിക്കുന്നത് ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ കവർ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ മാസ്ക് നമ്മൾ ഉപയോഗിക്കുന്നത് പുറത്തുള്ള വൈറസുകൾ, ഈ കൊറോണ വൈറസ് നമ്മൾ ഉള്ളിൽ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് കവേർഡ് വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതായത് ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ ഗ്രേസ് നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ പുറമെയുള്ള ശത്രുക്കൾ, പുറമെയുള്ള പാപങ്ങൾ ഇതൊന്നും നമ്മളോട് അടുക്കുവാൻ ദൈവം ഇടയാക്കത്തില്ല. അതിനെ ഒരു വാക്യം വായിക്കാം, ടൈറ്റസ് 2:11. ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ഗ്രേസ്, അതാണ് നമ്മുടെ രക്ഷയ്ക്കായി മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ ഓരോ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ പ്രൊട്ടക്ഷൻ, അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോഴാണ് നമ്മളെ ദൈവം രക്ഷിച്ച ആ വിധം ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനകത്ത് പറയുന്നത് വൺസ് സേവ്ഡ്, അതായത് നമ്മൾ സേവായിട്ട് ഇനിയും ഒരു പാപം നമ്മൾ ഉള്ളിൽ കടക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. കാര്യം ആ പാപം ഉള്ളിൽ ചെന്നാൽ നമ്മൾ ആ പാപത്തിൽ മരിക്കും. ആ മരിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, ആ ഗ്രേസിൽ, നമ്മൾ ആ ഒരു പ്രൊട്ടക്ഷനിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും അവർ പാപം ചെയ്തപ്പോൾ അവരുടെ ഒരു ഗ്ലോറി, ആ ഒരു ഗ്രേസ് നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ നേക്കിടാന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ ജോബിൻ്റെ ലൈഫിൽ ജോബിനോട് ദൈവത്തോട് സാത്താൻ ചോദിക്കുന്നുണ്ട്, ഇവനെ തൊടുവാൻ നീ അധികാരം തരുമോ എന്നുള്ളത്. എന്ന് വെച്ചാൽ അതൊരു പ്രൊട്ടക്ഷനാണ്, ഗ്രേസ് ഓഫ് ഗോഡാണ്. അത് ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ജോബിനെ തൊടുവാൻ ദൈവം അനുവാദം കൊടുക്കത്തില്ല. അതുപോലെ തന്നെയാണ് പീറ്ററിൻ്റെ ലൈഫിൽ. ഒരു വാക്യമുണ്ടല്ലോ, ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാനായിട്ട് സാത്താൻ അനുവാദം ചോദിക്കുന്നു. ഇതുപോലെയാണ് ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേസ്, ഇതൊരു പ്രൊട്ടക്ഷനാണ്. ആ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിയണം. ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്ത് തകർന്നു പോകും, നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല. സോ അതിന് അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സെപ്പറേഷൻ. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്, നമ്മളിപ്പം നമ്മുടെ പ്രോട്ടോക്കോളിനകത്തുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1.5 മീറ്റർ സോഷ്യൽ ഡിസ്റ്റൻസിങ്. അപ്പം ഇതൊരു സെപ്പറേഷനാണ്. സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്ന് പാസ്റ്റർ ഒരു വാക്യം വായിച്ചു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. ആ ഒരു സെപ്പറേഷൻ, നമ്മൾ ഡാർക്ക്നെസ്സിൽ നിന്ന് മാർവൽസ് ലൈറ്റിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തിയ ആ ദൈവത്തിൻ്റെ സെപ്പറേഷൻ. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, മുടിയനായ പുത്രന് അവൻ ആ ഫാദറിൽ നിന്ന് അവൻ അകന്നുപോയി, അവൻ ദൂരെ പോയി, അവനെ കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് ഫുൾ ആ ഒരു രീതിയിൽ അവൻ നടന്ന് പിതാവിൽ നിന്ന് മാറി അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേന് അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ഒന്നുമില്ലാത്തവനായിട്ട് അവനായിരിക്കുമ്പോൾ അവൻ ചിന്തിച്ചു, എന്ത് അനുഗ്രഹമായിട്ടാണ് ഞാൻ വീട്ടിൽ ജീവിച്ചത്, എൻ്റെ അപ്പൻ്റെ കൂടെ ഞാൻ ജീവിച്ചത്. എന്നാൽ ആ ഒരു ഇതിലേക്ക് കടന്നു വരുവാൻ അവൻ പിന്നീട് ആഗ്രഹിച്ചു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ദൈവവുമായിട്ട് അടുക്കുന്നോ അത്രമാത്രം നമ്മൾ വേൾഡുമായിട്ട് ഡിസ്റ്റൻസ് ഇടും. എന്നാൽ വേൾഡുമായിട്ട് നമ്മൾ എത്രയും ക്ലോസ് ആണോ അത്രമാത്രം നമ്മൾ ഡിസ്റ്റൻസ് ഇടും ദൈവവുമായിട്ട്. സോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം ദൈവവുമായിട്ട് അടുക്കുക എന്നുള്ളതാണ്. നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തെ ഓണർ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം.
സോ ഇത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് ചെയ്യുവാൻ കഴിയും. നമ്മുടെ ഈ ലോകപരമായുള്ള ജീവിതത്തിൽ നമുക്ക് കുറേ പണമോ കുറേ മാനങ്ങളോ അല്ലെങ്കിൽ വീടോ അങ്ങനെ കാറുകളോ ഇതൊന്നും അല്ല നമ്മുടെ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. നമ്മുടെ സക്സസ്ഫുൾ ലൈഫ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ദൈവത്തോടടുത്ത് ആ ഇറ്റേണിറ്റി നമ്മൾ അവകാശമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിഷനായിരിക്കേണ്ടത്. സോ ഈ വക കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ജീവിതത്തിൽ, ഇനിയുള്ള ജീവിതത്തിൽ പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ കാഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമുള്ളയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യർ പലതും പറയും, നമ്മുടെ പാസ്റ്റ്, ഇതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശം അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഫ്യൂച്ചർ ദൈവത്തിന് വേണ്ടിയിട്ട് മറ്റെല്ലാം മറന്ന് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനിടയായി തീരും. ഇതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. സോ ഈ ഒരു ലൈഫിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയ കാര്യങ്ങൾ സാങ്ക്ടിഫിക്കേഷൻ, 1 കവർ വിത്ത് ദ ഗ്രേസ് ഓഫ് ഗോഡ്, 3 സെപ്പറേഷൻ. ഇത് 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് നേടുവാൻ കഴിയും. ഹല്ലേലൂയ ജീസസ്. അതിനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരു ചെറിയ തോട്ട് നിങ്ങൾക്കെല്ലാം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് കിടക്കാം. അടുത്ത പ്രോഗ്രാം സോളോ ജിജി വർഗീസ്. നിൻ സ്നേഹം പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നിൻ സേവ പാടുവാൻ, നിൻ നാമം ഉയർത്തുവാൻ, നിൻ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. കാഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. താഴ്ചയിൽ നിന്നെ ഉയർത്തിയല്ലോ നീ, ആമോദത്താൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. കർത്താവാം യഹോവേ എന്നെ എത്രത്തോളമോ കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളോ. കർത്താവാം യഹോവേ എന്നെ എത്രത്തോളമോ കൊണ്ടുവരുവാൻ എൻ ഗ്രഹവും എന്തുള്ളോ. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും. ഇതുവരെ എബെനേസറായി എന്നോട് കൂടെയും ഇരുൾ മൂടിയ യാത്രയിൽ വെളിച്ചമായി വന്നിടോ.
ഇതുവരെ എബനേസറാ എന്നോടു കൂടെയും ഇരുമൂടിയ യാത്രയിൽ വെളിച്ചമായി മുൻപിലാ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും എൻ്റെ രോഗങ്ങളെ നിൻകരങ്ങൾ മാറ്റി വചനങ്ങൾ ഓരോന്നോ വാസ്തവമായി തന്നതിനാൽ എൻ രോഗങ്ങളെ നിൻകരങ്ങളാൽ മാറ്റി വചനങ്ങൾ ഓരോന്നോ വാസ്തവമായി തന്നതിനാ ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവാത്മാവേ 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 അങ്ങേ ആരാധിക്കും ദൈവമായ കർത്താവ് ധാരാളമായി ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് റെവലേഷൻ ബൈ ഹാർട്ട് 1 and 2 കുമാരി അന്ന അമ്മ ആൻഡ് സാമുവൽ. Praise the Lord. Revelation chapter 1. The revelation from Jesus Christ which God gave him to show what must soon take place, he made it known by sending his angel to his servant John, who testifies everything that is so. That is the word of God and the testimony of Jesus Christ. Blessed are those who read aloud the word of this prophecy. Blessed are those who hear it and take it to the heart. Blessed are those who hear it and take it to the heart, because the time is near. John, to the 7 churches in the province of Asia, grace and peace to you from him, who is and who was and who is to come, from the 7th spirit before his throne, and from Jesus Christ, who is faithful witness, the firstborn from the dead, and first from the dead, and ruler of the king of the earth. To him who has loved us, has freed us from our sin by his blood, and has made us priest and kingdom. And has made us priest and kingdom to serve his God and Father. Glory and power to him forever and ever. Amen. Look, he is coming with the clouds, and every eye will see him, even those who pierced him, and everyone on the earth will mourn him. Because of him, so shall it be. Amen. And the Alpha and the Omega, says the Lord God, who is and who was and who is to come, the Almighty. I, John, your brother, and companion in suffering and kingdom and patient endurance that are ours in Jesus, was on the island of Patmos, because of the word of God and the testimony of Jesus. On the Lord's day I was in the Spirit, and behind me I heard a loud voice like a trumpet, which said, "Write on a scroll what you see, and send to the 7 churches, Ephesus, Smyrna, Pergamum, Thyatira, Sardis, Philadelphia, and Laodicea." I turned around to see the voice that was speaking to me, and behind me, when I turned around, I saw 7 golden lampstands. Among the lampstands, someone was like a son of man. Someone was like a son of man, dressed in robe, reaching down to his feet, and a golden sash around his chest. The hair on his head was white like wool, as white as snow. And his eyes were like blazing fire. His feet were like the bronze glowing in furnace. His voice was like the rushing water. He held 7 stars in his right hand, and coming out of his mouth was sharp double-edged sword. And his face was like the sun shining in his brilliance. When I saw him, I fell on his feet as though dead. And then he placed his right hand on me and said, "Don't be afraid. I am the first and the last. I am the living one. I was dead, now look, and I am alive forever and ever. Ever. I hold the keys of the death and Hades. Death and Hades. Write therefore what you have seen, what is now, what will take place later." The mystery of the 7 stars and the 7 golden lampstands is this: the 7 stars are the 7 angels of the 7 churches. The 11 golden lampstands are the 7 churches. Revelation chapter 2. To the angel of the church in Ephesus write, "These are the words of him who holds the 7 stars in his right hand and walk among the golden lampstands."
I know your deeds, your hard work, and your perseverance, and I know that you cannot tolerate wicked people, and that you have tested those who claim to be apostle but are not, and have found them false. You have preserved and have endured hardship for my name, and have not grown weary. Yet I hold this against you. You have forsaken the love you had at first. Consider how far you have fallen. Repent and do the things that you did first. If you do not repent, I will remove the lampstand from its place. But you have this in your favor. You hate the practice of the Nicolaitans, which I also hate. Whoever has ear, let them hear what the Spirit says to the church. The one who is victorious will have the right to eat from the tree of life, which is in the paradise of God. To the angel of the church in Pergamum, Smyrna write, these are the words of him who is the first and the last, who died and came to life again. I know your affliction and your poverty, yet you are rich. I know the slander of those who say they are Jewish but are not, a synagogue of Satan. Don't be afraid what you are about to suffer. The devil will put some of you in prison, and you will suffer persecution for 10 days. Whoever has ear, let them hear what the Spirit says to the church. The one who is victorious will not be hurt at all by the second death. To the angel of the church in Pergamum write, these are the words of him who has sharp double-edged sword. I know where you live, where Satan has his throne. Yet you remain true to my name. You have not renounced your faith in me, not even the days of Antipas, my faithful witness, who was put to death in your city where Satan lives. Nevertheless, I have few things against you. There are some among you who hold to the teaching of Balaam, who taught Balak to entice Israel, so they ate food sacrificed to idols and committed sexual immorality. Likewise, you also have those who hold to the teaching of Nicolaitans. Repent therefore, otherwise I will soon come to you, and I will fight with the sword of my mouth. Whoever has ear, let them hear what the Spirit says to the church. The one who is victorious, I will give you the hidden, give some of the hidden manna. I will also give that person a white stone with a new name written on it. To the angel of the church in Thyatira write, these are the words of the Son of Man, whose eyes are like blazing fire, whose feet are like burnished bronze. I know your deeds, your love and faith. I know your deeds, your love and faith, your service and perseverance, that you are now doing more than you did at first. Nevertheless, I have this against you. You tolerate the woman Jezebel, who calls herself a prophet. By her teaching, she misleads my servant into sexual immorality and the eating of the food sacrificed to idols. I have given her time to repent, but she is unwilling, so I will cast her on a bed with suffering, and I will make those who commit adultery with her suffer intensely unless they repent her ways. I will strike her children to death. Then all the churches will know that I am the one who searches for hearts and minds. And I will repair each of you according to your deeds. And now I say to the rest of you in Thyatira, those who hold to her teaching and those who who do not hold to a teaching and have learned Satan's so-called secrets, I will not impose any other burden on you except to hold on to what you have until I come. To the one who is victorious and does my will till the end, I will I will give authority over the nation. The one will rule them with an iron scepter and will dash them into pieces like pottery, just as I have received from my Father. I will give that one of the morning star. Whoever has ear, let them hear what the Spirit says to the church. Thank you. അന്നമോളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ അവിടുത്തെ ഒരു ബിഗ് എഫേർട്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കും. ദൈവനാമത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കും. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത പ്രോഗ്രാം ഗ്രൂപ്പ് സോങ്, കുമാരി അലീറ്റ ആൻഡ് അമ്മു. Praise the Lord. ഉന്നതനീ അത്യുന്നതനീ അങ്ങേ പോലൊരു
നമ്മുടെ അത്ഭുതവാനായ കർത്താവിനെ സ്തുതിക്കുന്ന ഗാനം പാടുവാൻ പ്രിയമക്കളെ ദൈവം അനുഗ്രഹിച്ചനായ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്ത പ്രോഗ്രാമിലേക്ക് കിടക്കാം. സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ റോസിൻ അന്ന ചാക്കോ. Praise the Lord. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. What I intend to do today is to read you a letter from God. So I took this off of the internet. If you've read this before, please bear with me. And if you haven't, imagine that Jesus has actually sent you a mail and you're reading it. Dear sweet, sweet child of mine, as you got up, I watched and hoped you would talk to me. Just a few words, such as thanking me for something good in your life yesterday or last week, would do. But I noticed you were busy selecting the right clothes for work, and I waited again to hear from you. When you ran around the house collecting papers, I knew there would be a few minutes to stop and say hello, but you never slowed down. I wanted to tell you that I could help you accomplish more than you ever dreamed possible if you would just spend some of each day with me. At one point, you waited 15 minutes in a chair with nothing to do. I waited to hear from you. Then I saw you spring to your feet. I thought you wanted to talk to me, but you ran to the phone and called a friend. I watched as off to work you went and waited patiently all day long to hear from you. With all your activities, you were too busy to talk to me. I noticed at lunch you looked around. Maybe you just felt embarrassed to talk to me. You glanced 3 tables over and noticed some of your friends talking to me before they ate, but you wouldn't. There was still more time left, and I hoped that we would talk. You went home and had many things to do. After they were done, you turned on the TV. Just about anything goes there, and you spend many hours watching. I waited as you continued watching TV and ate your meal, but again, you wouldn't talk to me. At bedtime, you were totally tired. After you said goodnight to your family, you plopped into bed and fell asleep. I had so much wanted to be a part of your day. We could have had so much fun together and accomplished so much together. I love you so much that I wait every day for a thought, prayer, or thanks. Well, maybe tomorrow I'll be waiting. Your friend, God. Can someone read for me Luke 10 verses 38 to 42? Luke 10 verses 38 to 42. പിന്നെ അവർ യാത്ര പോകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്തയോ വളരെ ശുശ്രൂഷയിൽ കുഴങ്ങിയിട്ട് അടുക്കൽ വന്നു. കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് എനിക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് അവളോട്, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയുമില്ല. So we see 2 women, one Martha and Mary. Mary chose to sit in the presence of God. She chose to sit at the feet of Jesus and listen to his teaching, while Martha decided to be distracted and she wanted to serve her guests, so she was behaving that way. So my question to you is, if Jesus were to come today to each of our houses as a guest, will we be like Martha, who was distracted with serving, or like Mary, who chose to sit at the feet of Jesus? Don't we all act like Martha most of the time? We are so distracted by constantly running behind the things of this world that we tend to forget that all that we have, all the privileges that we experience, is because of God. It's because He decided to give it to us in the first place.
Don't we just owe all and everything to Him? But yet, we just fail to spend some time with God. We're running behind the things of this world, our work, our children, our exams, our school, just forgetting the fact that these are the privileges that God has given to us in the first place. What, we are too busy for God? Of course, I'm not saying that what Martha did was wrong. It is quite important to serve food and attend to her guests, but that shouldn't have been her priority. It shouldn't have become the most important thing. Now, I read a few days back that it goes something like this. It says that when we spend all our energy and focus on something of this world, for example, our exam, our work, or anything, when we spend so much time and energy on something like that, we tend to sacrifice things like spending time with God or spending some quality time with our family. So we sacrifice things like that for the things of this world. But when we choose to focus and put all our energy onto Jesus, He will take care of all the other areas in our life. He's just so kind and faithful that way, that even when we aren't faithful, God is faithful. And God will honor us in every other area of our life. In Ephesians 3 verse 20, it says that He's able to give us exceedingly and abundantly above all that we can ever ask or think. So what I'd like to say is, let us be like Mary, who chose to sit at the feet of Jesus. I truly hope and pray that as a church, we may be able to spend more time in the presence of God, seeking Him and His word, receiving gifts and victory from Him, so that as a church, we may be able to edify each other, love each other, forgive each other, and just uphold each other in everything. Let us never be in a situation where God has to send us a letter like this. May God bless you with these words. Thank you. ദൈവം ധാരാളമായി പ്രിയപതിനെ അനുഗ്രഹിക്കട്ടെ. മറിയ തിരഞ്ഞെടുത്തതുപോലെ നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. അടുത്തതായിട്ട് ഗ്രൂപ്പ് സോങ് സിസ്റ്റർ റോസിൻ ആൻഡ് റോൺ. ഈ സമയത്ത് നമുക്ക് സ്വോത്രയിച്ചെടുക്കാം. जय जय मन्ना जय जय मानुवेलने महेशा महाराजने महेशा महाराजने मन्ना जय जय मन्ना जय जय मानुवेलने महेशा महाराजने महेशा महाराजने കാഹളനാദവും ദൂതഗണങ്ങളും കോടിരഥങ്ങളുമായി വന്നേ
ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ. ഹല്ലേലൂയാ പാടി ഹല്ലേലൂയാ പാടി ആനന്ദിച്ചിടും പ്രിയന്റെ മാർവിൽ ഞാനെന്നും പ്രിയന്റെ മാർവിൽ ഞാനെന്നും. എന്നു നീ വന്നിടുമെന്റെ മണവള നിന്നെ കണ്ടു ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ ഞാൻ എൻ്റെ ആശ തീർക്കുവാൻ. മന്ന ജയ ജയ മന്ന ജയ ജയ മാനുവേലനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ മഹേശ മഹാരാജനെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എല്ലാ പ്രോഗ്രാമുകളും അനുഗ്രഹീതമായി നടക്കുവാൻ ദൈവയുടെയാക്കിയ വൻകരുകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു.